നെക്സ്റ്റ് നമ്മൾ 5th മോഡ്യൂളാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ 5th മോഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ പറ്റിയിട്ടാണ് 5th മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, 4th മോഡ്യൂളിൽ നമ്മൾ ഫങ്ഷണൽ ലാംഗ്വേജസും പഠിച്ചിട്ടുണ്ടായിരുന്നു, ലോജിക്കൽ പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെയാണ് 5th മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഓൾറെഡി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളതും കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ കൂടെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എക്സ്ട്രാ പഠിക്കുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസ് ഏതാണെന്ന് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് സിമുല, സ്മോൾ ടോക്ക്, CPP, അങ്ങനെ ജാവ, അഡ, ഇതൊക്കെ എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസിൻ്റെ കുറച്ച് ഹിസ്റ്ററിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഫസ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് സിമുല 67 ആണ്. പിന്നെ CPP എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡും ആണ്, പ്രൊസീജിയറൽ ഓറിയൻറ്റഡും ആണ്. ജാവ പ്യുവർലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസ് ആണ്. സ്കീം ഒരു ഫങ്ഷണൽ ലാംഗ്വേജസ് ആണ്, പക്ഷേ അത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഫീച്ചേഴ്സും നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്ലോസ് എന്ന് പറയുന്നത് ഒരു ഫങ്ഷണൽ ലാംഗ്വേജസ് ആണ്, ആണെങ്കിൽ അതിൽ നമുക്ക് ഊപ്പിൻ്റെ കൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ കുറച്ച് ഹിസ്റ്ററി, അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസിൻ്റെ കുറച്ച് ഹിസ്റ്ററിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് PPT ഒന്ന് വായിച്ചാൽ മതി. നമ്മൾ ഈ മോഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൻ്റെ ഫീച്ചേഴ്സ്. അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു 6 മാർക്ക് 8 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് പഠിക്കാതെ തന്നെ എഴുതാം, പക്ഷേ എല്ലാം എനിക്കറിയാം ജസ്റ്റ് പോയി എക്സാം എഴുതാൻ വേണ്ടി നിൽക്കാന്ന് വെച്ചാൽ നടക്കില്ല. കുറച്ചൊന്നും നോക്കിയിട്ട് തന്നെ പോകണം. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഫീച്ചേഴ്സ് എപ്പോഴും ചോദിക്കുന്നതാണ്, എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ടാവാറുണ്ട്. അത് ജനറലായിട്ട് ചോദിക്കാം ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടി, അല്ലെങ്കിൽ ഓരോന്ന് സ്പെസിഫിക് ആയിട്ട് പറയുകയും ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, എൻക്യാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ, ക്ലാസസ്, ഒബ്ജക്റ്റ്, ഇതൊക്കെ എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നിങ്ങൾക്ക് പറയാം, ഫീച്ചേഴ്സ് ആയിട്ട് പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഊപ്പ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് പോളിമോർഫിസം, എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ് ഒക്കെയാണ്. ഓക്കെ, ഇനി നമ്മൾ അബ്സ്ട്രാക്ഷൻ എന്താണെന്ന് നോക്കാം. അബ്സ്ട്രാക്ഷൻ നിങ്ങൾ പഠിച്ചതാണ്, അത് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഇവിടെ നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ, അബ്സ്ട്രാക്ഷൻ എന്താ? എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സിന് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുക, അതായത് ഇറലവൻ്റ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, ഹൈഡ് ചെയ്ത് വെക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഏറ്റവും അബ്സ്ട്രാക്ഷൻ ഏറ്റവും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ കാർ നിൽക്കുന്നു. അത് നമുക്കറിയാം, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ബ്രേക്കിൻ്റെ ഫംഗ്ഷൻ എന്താണ്, കാരണം സ്റ്റോപ്പ് ചെയ്യിക്കുക എന്നുള്ളത്. ആ ഫംഗ്ഷനാലിറ്റി യൂസർക്ക് അറിയാം, പക്ഷേ അത് ഇന്റേണൽ എന്ത് നടക്കുന്നു എന്നുള്ളത് അറിയില്ല. ഓക്കെ, അത് ആബ്സ്ട്രാക്ഷൻ ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ നിങ്ങളിപ്പോൾ ഒരു കോഫി മേക്കർ, അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, അത് കോഫി നമുക്ക് തരുന്നു എന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ അത് എങ്ങനെയാണ് കോഫി തരുന്നത് എന്നുള്ളത് ആ ഇന്റേണൽ ഡീറ്റെയിൽസ് അറിയില്ല, ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സിമ്പിൾ ആയിട്ട് അബ്സ്ട്രാക്ഷൻ. ഓക്കെ, ഇറലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് നമുക്ക് അങ്ങനെ പുറത്തേക്ക് ഹൈഡ് ചെയ്യേണ്ട കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അതാണ് അബ്സ്ട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ അബ്സ്ട്രാക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അബ്സ്ട്രാക്ഷൻ എന്ന കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാവയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇന്റർഫേസ് യൂസ് ചെയ്തിട്ട് ചെയ്യാറുണ്ട് അബ്സ്ട്രാക്ഷൻ. അതുപോലെ അബ്സ്ട്രാക്റ്റ് ക്ലാസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ അബ്സ്ട്രാക്റ്റ് ക്ലാസ് പഠിച്ചിട്ടുണ്ട്, അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്, ഇന്റർഫേസ് പഠിച്ചിട്ടുണ്ട് ജാവയിൽ. എന്താണ് ഇന്റർഫേസ് ചെയ്യുന്നത്? ഇന്റർഫേസ് സിമിലർ ടു ക്ലാസസ് ആണ്, പക്ഷെ എന്താണ് അവിടെയുള്ള ഡിഫറൻസ്? ക്ലാസ്സിൽ മെത്തേഡ്സും ഉണ്ടാവും, അതായത് മെമ്പേഴ്സും ഉണ്ടാവും. ഇന്റർഫേസിലും മെമ്പേഴ്സും ഉണ്ടാവും, ഫങ്ഷൻസും ഉണ്ടാവും. പക്ഷെ ഇവ തമ്മിൽ എന്താണ് ഡിഫറൻസ്? ക്ലാസ്സിലെ ഫങ്ഷൻ അവിടെ തന്നെ ഉണ്ടാവും, അതിൻ്റെ ഡെഫിനിഷൻ. പക്ഷെ ഇന്റർഫേസിൽ നിങ്ങളൊരു ഫങ്ഷൻ എഴുതി കഴിഞ്ഞാൽ ആ ഇന്റർഫേസിൽ ആ ഫങ്ഷന്റെ ഡെഫിനിഷൻ അവിടെ ഉണ്ടാവില്ല.
അത് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറൊരു ക്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്റർഫേസിലുള്ള മെത്തേഡ്സിനെ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വേറൊരു ക്ലാസ് വെച്ചിട്ട് മാത്രമേ നിങ്ങൾക്കത് പറ്റൂ. അതാണ് ഇന്റർഫേസിന്റെ കേസിൽ നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ ഒരു ഇന്റർഫേസ് ഹലോ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഹലോ എന്ന് പറയുന്ന ഇന്റർഫേസിനെ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഒരു ക്ലാസ് വേണം. അത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതായത് ഫോർ എക്സാമ്പിൾ സ്റ്റുഡന്റ് ഇംപ്ലിമെന്റ് ഹലോ എന്ന് പറയുമ്പോൾ എന്താണ്? ഹലോ എന്ന് പറയുന്ന ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാസ് ആണ് എന്ത്? സ്റ്റുഡന്റ് എന്ന് പറയുന്ന ക്ലാസ്. അങ്ങനെയല്ലേ നിങ്ങൾ ഇന്റർഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇന്റർഫേസ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? അതായത് ഇന്റർഫേസ് സിമിലർ ടു ക്ലാസ് ആണ്, സ്ട്രക്ചറലി സിമിലർ ടു ക്ലാസ് ആണ്. ഓക്കെ, അതായത് ഇന്റർഫേസിലും എന്തുണ്ടാവും? മെമ്പേഴ്സും ഉണ്ടാവും, ഫംഗ്ഷൻസും ഉണ്ടാവും. ക്ലാസ്സിലും മെമ്പേഴ്സും ഫംഗ്ഷൻസും ഉണ്ടാവും. അത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, പക്ഷെ എന്താണ്, നമ്മൾ ക്ലാസ്സിൽ ഇൻഡ് എ കൊമ ബി, പിന്നെ എന്താണ് അതിൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ പ്രൈം ഓഫ് എഴുതി, അതിൻ്റെ ഉള്ളിൽ പ്രൈമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി ക്ലോസ് ചെയ്തു. അപ്പോൾ ആ പർട്ടിക്കുലർ ഫംഗ്ഷനിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ തന്നെ എഴുതുന്നു. പക്ഷെ ഇന്റർഫേസിൽ അങ്ങനെയല്ല. ഇന്റർഫേസിൽ നിങ്ങൾ ജസ്റ്റ് ഫംഗ്ഷന്റെ നെയിം മാത്രമേ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും, പ്രൈം ഓഫ് ഓക്കെ, അല്ലെങ്കിൽ ഹലോ ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതും. പക്ഷെ ആ ഫംഗ്ഷന്റെ ഇംപ്ലിമെന്റേഷൻ നടക്കുന്നത് വേറൊരു ക്ലാസ്സിലാണ്. അവിടെ ശരിക്കും എന്താണ്, നിങ്ങൾക്ക് ഫംഗ്ഷൻ മാത്രമേ കാണൂ, അതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നൊക്കെ അറിയില്ല. അത് അവിടെ വേറൊരു ക്ലാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു ഒരു ടൈപ്പ് ഓഫ് എന്താണ്, അബ്സ്ട്രാക്ഷൻ ആണ്. കാരണം എന്താണ്, അവിടെ നിങ്ങൾക്ക് അതിന്റെ ഫംഗ്ഷനാലിറ്റി മാത്രമേ അറിയൂ. പ്രൈം എന്ന് പറയുന്ന ഫംഗ്ഷൻ, ആ പ്രൈം എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫംഗ്ഷനാലിറ്റി അറിയാം. ചിലപ്പോൾ പ്രൈം നമ്പർ ചെക്കിങ് വരും, പക്ഷെ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വേറെ എവിടെയാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജാവയിൽ ഇന്റർഫേസും അബ്സ്ട്രാക്ട് മെത്തേഡ്സും അബ്സ്ട്രാക്ട് ക്ലാസ്സും ഒക്കെ. അബ്സ്ട്രാക്ട് മെത്തേഡ്സും സെയിം ഫംഗ്ഷനാലിറ്റിയാണ്. നിങ്ങൾ സാധാരണ മെത്തേഡ്സും അബ്സ്ട്രാക്ട് മെത്തേഡ്സും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നുണ്ട്. അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ആണെങ്കിൽ ആ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ജസ്റ്റ് ആ മെത്തേഡ്സ് മാത്രമേ എഴുതൂ, അതിന്റെ ഡെഫിനിഷൻ നമ്മൾ അവിടെ എഴുതുന്നില്ല, അത് വേറെ ക്ലാസ്സിലൊക്കെയാണ് എഴുതുന്നത്. അതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു കോഫി മേക്കറിന്റെ കാര്യമോ അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടുന്നതോ മാത്രം ആലോചിക്കുക. അതായത് ഫംഗ്ഷനാലിറ്റി യൂസർക്ക് അറിയാൻ പറ്റും, പക്ഷെ എന്താണ്, ഇന്റേണൽ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്ത് വെക്കും. ബ്രേക്ക് ചവിട്ടുമ്പോൾ അത് നിൽക്കുമെന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ അത് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. അതെന്ത് ചെയ്യും, ആ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്തു, ഹൈഡ് ചെയ്തു വെക്കും. ഓക്കെ, ഇതാണ് അബ്സ്ട്രാക്ഷൻ. അത്രയും വേണ്ട, നിങ്ങളെ ഒരു പ്രോജക്റ്റ് എടുത്താൽ മതി. പ്രോജക്റ്റിന്റെ അബ്സ്ട്രാക്ഷൻ ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഒരു ടീച്ചർക്ക് കൊടുക്കുന്നത് അബ്സ്ട്രാക്ഷൻ ആണ് ആദ്യം. ആ പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യണോ അല്ലയോ എന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങൾ അബ്സ്ട്രാക്റ്റ് ആണ് ടീച്ചർമാർക്ക് കൊടുക്കുന്നത്. അബ്സ്ട്രാക്റ്റ് വായിച്ചിട്ടാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത്, അത് റിജക്ട് ചെയ്യണോ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യണോ തീരുമാനിക്കുന്നത്. കാരണം അബ്സ്ട്രാക്റ്റ് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ പ്രോജക്റ്റ് എന്ന് നമുക്ക് അറിയാൻ പറ്റും, പക്ഷെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കംപ്ലീറ്റ് പേപ്പർ വായിച്ചാലേ അറിയാൻ പറ്റും. ഇതാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജസ്റ്റ് ഇത് നിങ്ങൾ വായിച്ചു വെക്കുന്നു. ഇനി അബ്സ്ട്രാക്ഷന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്, അതൊക്കെ വായിച്ചാൽ മതി. ഓൾറെഡി ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, പിന്നെ സമയം കളയണ്ട. ഇനി ഒബ്ജക്റ്റ് ഓറിയന്റഡിലെ ക്ലാസിനെ പറ്റിയിട്ടും ഒബ്ജക്റ്റിനെ പറ്റിയിട്ടും അതും ഞാനിവിടെ പറയേണ്ട കേസ് വരുന്നില്ല. അതായത് ക്ലാസ്സസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ്, ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ ജാവയെ പഠിച്ചതാണ്. ജാവയെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ജാവയെ പഠിച്ച കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് എക്സാമ്പിൾ, ജാവയുടെ എക്സാമ്പിളും CPPന്റെ എക്സാമ്പിളും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ചിലപ്പോൾ CPPന്റെ എക്സാമ്പിൾ ചോദിക്കാറുണ്ട്, ജാവയുടെ എക്സാമ്പിൾ ഒക്കെയാണ്, ജാവയും CPP ആണ് ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ട് അവർ ചോദിക്കുന്നത്. ഓക്കെ, ചിലപ്പം ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ജാവ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് CPP എന്നാണ് ചോദിക്കുക. ഓക്കെ, അങ്ങനെ അവർ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ ആക്സസ് സ്പെസിഫയർ ഇൻ ജാവ എന്താണ്, ആക്സസ് സ്പെസിഫയർ ഇൻ CPP എന്താണ്, അങ്ങനെയാണ് ചോദിച്ചാൽ കണ്ടിട്ടുള്ളത്. ഇനി വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ചോദിക്കുമോ അറിയില്ല. നമ്മൾ ഇത്രയും പഠിച്ചിരിക്കുക. അപ്പൊ ക്ലാസ് എന്താണ്, ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. അത് നിങ്ങൾക്കറിയാം, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ആണ് ക്ലാസ് എന്നറിയാം. ക്ലാസ് എങ്ങനെയാണ് എഴുതുക, അതിന്റെ സിൻടാക്സ് അറിയാം. ക്ലാസ് നെയിം ഉണ്ടാവും, അതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും, മെമ്പർ ഫംഗ്ഷൻ ഉണ്ടാവും, മെമ്പേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ ജനറൽ സിൻടാക്സ് അറിയാം, അതൊന്നും ഞാൻ ഇനി ഇവിടെ എഴുതുന്നില്ല. ഓക്കെ, അപ്പൊ ഒരു ക്ലാസിനെ പറ്റിയാണ് ഒരു 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ക്ലാസിന്റെ ഡെഫിനേഷൻ ചെയ്ത് ക്ലാസ് ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ആണ്. അതിൽ മെമ്പേഴ്സ് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും, ഡാറ്റ മെമ്പേഴ്സ് ഉണ്ടാവും, അതിൽ മെമ്പർ ഫംഗ്ഷൻസ് ഉണ്ടാവും. ഇനി അതുപോലെ ആ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത്. ആ ഒബ്ജക്റ്റിന്റെ ക്രിയേഷൻ എങ്ങനെയാണ് വരുന്നത്, ജാവയിൽ എഴുതുക. അത് നിങ്ങൾക്ക് അറിയാം, ജാവയിൽ എങ്ങനെയാണെന്ന് അറിയാം. ക്ലാസ് നെയിം ഒബ്ജക്ട് നെയിം ഈക്വൽ ടു ന്യൂ ഓഫ് ക്ലാസ് നെയിം. ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ജാവയിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതും അറിയാം. ഓക്കെ, അത് ഇതുപോലെ ഈ പറഞ്ഞ മാതിരി സ്ലൈഡിലുള്ളത് പോലെയോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കോപ്പി ചെയ്തിട്ടോ ഈ രീതിയിൽ പഠിക്കണം എന്ന് ഒരു നിർബന്ധവും. ക്ലാസ് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് എഴുതേണ്ടത് ജാവയിൽ, അതിന്റെ ഒരു സിൻടാക്സ് അറിയാം. ക്ലാസ്സിന് ക്ലാസ് നെയിം ഉണ്ടാവും, അതിൽ മെമ്പേഴ്സ് ഉണ്ടാവും, അതിൽ ഫംഗ്ഷൻസ് ഉണ്ടാവും. അതൊക്കെ ഒരു ജനറൽ ഔട്ട്ലൈൻ ആയിട്ട് എഴുതുക.
ഇനി നമുക്ക് എങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതും താഴെ എഴുതാം. ക്ലാസ് നെയിം, അതിനുശേഷം ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ഓഫ് ക്ലാസ് നെയിം. ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ്. അതും പറയാം. ജസ്റ്റ് നിങ്ങൾ താഴെ ഇതിൽ എഴുതിയാൽ മതി. ഒരിക്കലും ഇതേപോലെ എഴുതണമെന്ന് ഞാൻ പറയില്ല. ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രം. കാരണം ഓൾറെഡി ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ജാവ. ഇനി ജസ്റ്റ് നമ്മൾ ഒരു എക്സാമ്പിൾ, ജാവയുടെ എക്സാമ്പിൾ ആണ്, ഒരു ക്ലാസ്സും വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ എഴുതിയെന്നുള്ളൂ. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഇവിടെ എല്ലാവർക്കും ജാവ അറിയുന്നതാണ്. സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു ക്ലാസ്, അതിലുള്ള 2 മെമ്പേഴ്സ് ആണ്, റോൾ നമ്പറും നെയിമും. റോൾ നമ്പർ എന്ന് പറയുന്നത് ഇൻഡിജറും നെയിമും സ്ട്രിങ്ങും ആണ്. അതിലുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ത്, ഇൻസേർട്ട് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. അതിലെ 2 ആർഗ്യുമെന്റ്സ് ആണ് ആറും എന്നും. അതിനുശേഷം 6 ഇതിലോട്ട് മാറ്റുന്നു, n നെയിമിലോട്ട് മാറ്റുന്നു. ഇത് ജസ്റ്റ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എഴുതിയിരിക്കുന്നു. അതിനുശേഷം വേറൊരു സ്റ്റുഡൻറ് എന്ന് പറയുന്ന ക്ലാസ്സിൽ അടുത്ത ഫംഗ്ഷനാണ് ഡിസ്പ്ലേ. അതിലൊരു പ്രിന്റ് മെസ്സേജ് ഉണ്ട്. ഇത്രയാണ് സ്റ്റുഡൻറ് എന്ന് പറയുന്ന ക്ലാസ്സിലുള്ളത്. അതിലുള്ള ഫംഗ്ഷൻസ് ആണ് ഇൻസേർട്ട് റെക്കോർഡും ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അതിലുള്ള ഡാറ്റ മെമ്പേഴ്സ് ആണ് റോൾ നമ്പറും നെയിം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ക്ലാസ് എഴുതിയിരിക്കുകയാണ്. വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതാം മെയിൻ മെത്തേഡ്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയെന്നുള്ളൂ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മെയിൻ മെത്തേഡ് വിത്തിൻ ഇത് ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ എഴുതാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ക്ലാസ്സിലും എഴുതാം. ഇതിൽ ടെസ്റ്റ് സ്റ്റുഡൻറ് 4 എന്ന് പറയുന്ന ഒരു ക്ലാസ് എഴുതി. അതിലാണ് ഞാൻ മെയിൻ മെത്തേഡ് എഴുതിയിരിക്കുന്നത്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്സ് സ്റ്റുഡൻറ് S1. സ്റ്റുഡൻറ് എന്ന് പറയുന്ന ക്ലാസ്സിൽ ഞാൻ S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുള്ള സിൻടാക്സ് ആണ്, ഇത് നിങ്ങൾക്കറിയാം. സ്റ്റുഡൻറ് S1 ഈക്വൽ ടു ന്യൂ സ്റ്റുഡൻറ്. ഓക്കെ, ക്ലാസ് നെയിം ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ഓഫ് ക്ലാസ് നെയിം. അതിനുശേഷം ഈ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, S1.InsertRecord എന്ന് പറയുന്ന മെത്തേഡിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോട്ട് ഓപ്പറേറ്റർ ആണ്. അതും നിങ്ങൾക്കറിയാം. ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ഫംഗ്ഷൻ നെയിം. എന്നിട്ട് എന്ത് ചെയ്തു, പാസ് ചെയ്തു. 2 പാരാമീറ്റർ പാസ് ചെയ്തു. ഈ 111 ആറിലേക്കും വരും, അത് ഇതിലേക്കും വരും, അതൊന്നും പറയണ്ട. അതിനുശേഷം ഞാൻ ഈ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനും കൂടെ കോൾ ചെയ്തു. കാരണം എന്താണ്, സ്റ്റുഡൻറ് എന്ന് പറയുന്ന ക്ലാസ്സിൽ ഞാൻ S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് സ്റ്റുഡൻറ് എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള ഇൻസേർട്ട് റെക്കോർഡ് എന്ന് പറയുന്ന ഫംഗ്ഷനും ആക്സസ് ചെയ്തു, ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനും ആക്സസ് ചെയ്തു. ഇതാണ് സിമ്പിൾ ആയിട്ടൊരു ക്ലാസ്സിന്റെ എക്സാമ്പിൾ ജാവയിലുള്ളത്. ഇനി ഇത് CPP-യിലുള്ളതാണ്. ഇവിടെ ജാവ എല്ലാവർക്കും അറിയായിരിക്കും, അറിയില്ല എന്ന് പറയരുത്. കാരണം നമ്മൾ പഠിച്ചതാണ്, എക്സാം എഴുതിയത്. പക്ഷെ CPP എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമില്ല. കാരണം കുറേ പേര് +2 ബയോളജി ആയിരിക്കും, +2-ൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്തവർക്ക് CPP അറിയായിരിക്കും. കാരണം അവരവിടെ പഠിക്കുന്ന ലാംഗ്വേജ് CPP ആണ്. അവർക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയായിരിക്കും, അതായത് എന്തായാലും അറിഞ്ഞിരിക്കും. അപ്പോൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുവാണ്. അത് കൂടാതെ ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ അറിയാം. ഇതാണ് ഒരു ക്ലാസ്. ഇവിടെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തു. CPP-യിൽ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത്, ക്ലാസ് നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് സെമികോളൻ ഉണ്ട് കേട്ടോ, സെമികോളൻ. ഓക്കെ, നമ്മൾ മെയിൻ മെത്തേഡ് CPP-യിൽ നമ്മൾ മെയിൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാറില്ലേ, മെയിൻ മെത്തേഡ്, അതിവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഞാനൊരു ക്ലാസ് എഴുതിയിരിക്കുകയാണ്. ഇത് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, CPP-യിൽ വെറും മെയിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ അത് വെറും പ്രൊസീജിയറൽ ഓറിയന്റഡ് പ്രോഗ്രാമാണ്. CPP-യിൽ നമ്മൾ ക്ലാസ് കൂടെ യൂസ് ചെയ്യുമ്പോഴാണ് അതെന്താവുന്നത്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആയി മാറുന്നത്. അതുകൊണ്ട് നമുക്ക് CPP വേണമെങ്കിൽ വെറും പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാം ആയിട്ട് മാത്രം നമുക്ക് യൂസ് ചെയ്യാം. പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് CPP യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ചെയ്യാനും നമുക്ക് CPP യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് CPP പ്രൊസീജിയറൽ പ്ലസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണെന്ന് പറയുന്നത്. ഇതില് നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു ജീക്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അതിനുശേഷം ഒരു പബ്ലിക് ടാക്സ് സ്പെസിഫയർ ആണ് കേട്ടോ, അത് നമ്മൾ പഠിക്കുക. ഇതിപ്പോൾ നോക്കാം. സ്ട്രിങ് ജീക്ക് നെയിം, ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത്, അത് ഡാറ്റ മെമ്പേഴ്സ്. അതിനുശേഷം പ്രിന്റ് നെയിം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ സാധാരണ നമ്മൾ ജാവ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പ്രിന്റ് നെയിം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്. അതെന്താ പ്രിന്റ് ചെയ്യുന്നത്, സി ഔട്ട് ജീക്ക് നെയിം. ഈ വിത്തിൻ കോഡ്സിൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് അതുപോലെ പ്രിന്റ് ചെയ്യും. ഓക്കെ, നമ്മൾ സിയിലൊക്കെ ചെയ്യുന്നത് വിത്തിൻ കോഡ്സിൻ്റെ ഉള്ളിലാണെങ്കിൽ അത് അതുപോലെ പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് CPP-യിൽ യൂസ് ചെയ്യുന്ന ഇതാണ് നമ്മൾ സി ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സി ഔട്ട് എന്നാണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ജാവയിൽ എന്താ യൂസ് ചെയ്യുക, system.out.println. സിയിൽ എന്താ യൂസ് ചെയ്യുന്നത്, printf. അതിന് ഇക്വലന്റ് ആണ് സി ഔട്ട് എന്ന് പറയുന്നത് CPP. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ
സ്ക്രീനിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് സി ഔട്ട് എന്ന് പറയുന്ന സിന്റാക്സ്. ഓക്കെ, അപ്പൊ സി ഔട്ട് ഇൻസേർഷൻ ഓപ്പറേറ്റർ, ഇത് ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്നാണ് ഇതിന് പറയാം. എക്സ്ട്രാക്ഷനും ഇൻസേർഷൻ ഓപ്പറേറ്ററും ആണ് ഇത് പറയുന്നത്. അതൊന്നും നിങ്ങൾ ഇപ്പൊ നോക്കണ്ട, ഇപ്പൊ ഈ സിന്റാക്സ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. സി ഔട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഇതിന്റെ സിന്റാക്സ്. അതിനുശേഷം നമ്മൾ ഗ്രീക്ക് നെയിം ഈസ് ഇത് അതുപോലെ പ്രിന്റ് ചെയ്യും വിത്തിൻ കോഡ്സിന്റെ ഉള്ളിലായതുകൊണ്ട്. ഓക്കെ, അതിനുശേഷം ജീക്ക് നെയിം പ്രിന്റ് ചെയ്യും. ജീക്ക് നെയിം എന്താ പ്രിന്റ് ചെയ്യുക? ജീക്ക് നെയിം എന്നല്ല പ്രിന്റ് ചെയ്യുക, ഇതിന്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതുപോലെ പ്രിന്റ് ചെയ്യും. നമ്മൾ സിയിലും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്, ജാവയിലും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. എം കൊടുത്തു കഴിഞ്ഞാൽ എമ്മിൻ്റെ ഉള്ളിൽ എന്താണോ വാല്യൂ ഉള്ളത് അതല്ലേ പ്രിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ കോഡ്സിന്റെ ഉള്ളിൽ വരുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതുപോലെ പ്രിന്റ് ചെയ്യും. പിന്നെ എന്താണ് ഈ ഒരു ഇത് പ്രിന്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ജീക്ക് നെയിമിൽ എന്താണോ വരുന്നത് അത് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഈ ഒരു ക്ലാസ്സിലുള്ളത്. ഒരു വേരിയബിൾ ഉണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇനി ഇൻറ്റു മെയിനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഏത് ക്ലാസ്സിനാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ജീക്സ് എന്ന് പറയുന്ന ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സിന്റാക്സ് ആണ് ഇത്. ജസ്റ്റ് ക്ലാസ് നെയിം ഒബ്ജക്റ്റ് നെയിം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജീക്സ് ഒബ്ജക്റ്റ് 1, ഒബ്ജക്റ്റ് 2, ഒബ്ജക്റ്റ് 3. അപ്പോൾ 3 ഒബ്ജക്റ്റ് ഏത് ക്ലാസ്സിന് ക്രിയേറ്റ് ചെയ്തു? ജീക്സ് എന്ന് പറയുന്ന ക്ലാസ്സിന്. ഇവിടെ ഞാൻ ഒരു ഒബ്ജക്റ്റ് മാത്രമേ ക്രിയേറ്റ് ചെയ്തുള്ളൂ. ഇതാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സിന്റാക്സ്, ജീക്സ് obj1. ഓക്കെ, ഇനി ഈ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്ലാസ്സിലുള്ള എല്ലാ വേരിയബിൾസിനെയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. obj1.jeek നെയിം എന്ന് പറയുന്നത് ഈ ക്ലാസ്സിലെ മെമ്പർ ആയിരുന്നു. സോ ജീക്ക് നെയിമിനെ ഞാൻ ആക്സസ് ചെയ്തു ഈക്വൽ ടു അബി. അതിന് എന്ത് അസൈൻ ചെയ്ത് കൊടുത്തു? അബി എന്ന് അസൈൻ ചെയ്ത് കൊടുത്തു. സോ ജീക്ക് നെയിമിന്റെ വാല്യൂ എന്തായി മാറി? അബിയായി മാറി. ഇനി obj1.print നെയിം എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു. സോ പ്രിന്റ് നെയിം എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്സസ് ചെയ്യുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. സോ ജീക്ക് നെയിം മീൻസ് എന്ന് പറഞ്ഞിട്ട് ജീക്ക് നെയിമിൽ ഇപ്പം നമ്മൾ എന്താ കൊടുത്തത്? അത് പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, ഇതാണ് CPP-യുടെ സിന്റാക്സ് എന്ന് പറയുന്നത്. CPP-യിൽ ക്ലാസ് നെയിം ഉണ്ടാവും, ക്ലാസ് ഉണ്ടാവും, അതിന് നെയിം ഉണ്ടാവും. പിന്നെ എന്താണ് ഫംഗ്ഷൻസ് ഒക്കെ സാധാ പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ആകെ വ്യത്യാസം വരുന്നത് റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിലൊരു ഡിഫറൻസ് ആണ്. അതിനുശേഷം ക്ലാസ് നെയിം എൻഡ് ചെയ്യുമ്പോൾ ഒരു സെമി കോളൻ ഇടും. പിന്നെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ക്ലാസ് നെയിം ഒബ്ജക്റ്റ് നെയിം എന്നാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ അതിലെ ഡിഫറൻസ്. എന്താണ് പ്രത്യക്ഷത്തിലുള്ള ചെറിയ ഡിഫറൻസുകൾ ഇത് മാത്രമാണ്. ഇനി ലൂപ്പിന്റെ ഫണ്ടമെന്റൽ കൺസെപ്റ്റ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയ ലൂപ്പ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങളൊരു ലൂപ്പ് കൺസെപ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ആദ്യം എഴുതേണ്ടത് ഇത് 4 എഴുതിയതിനു ശേഷം മാത്രമേ ബാക്കി എഴുതാൻ പറ്റൂ. എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഡൈനാമിക് ബൈൻഡിങ്, ഇത്രയൊക്കെയാണ് ലൂപ്പിന്റെ ഫണ്ടമെന്റൽ കൺസെപ്റ്റ്. ഇതിൽ ഡൈനാമിക് മെത്തേഡ്, ഡൈനാമിക് ബൈൻഡിങ് ഒക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ജസ്റ്റ് ഡൈനാമിക് മെത്തേഡ് എങ്ങനെ ബൈൻഡ് ചെയ്യുന്നത് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ എൻക്യാപ്സുലേഷൻ എന്താണ്? എൻക്യാപ്സുലേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ലൂപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് എൻക്യാപ്സുലേഷൻ. എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത് റാപ്പിംഗ് ഓഫ് ഡാറ്റ ആൻഡ് വേരിയബിൾസ് റാപ്പിംഗ് ഓഫ് ഡാറ്റ ആൻഡ് മെത്തേഡ്സ് ടുഗദർ ഇൻ എ സിംഗിൾ യൂണിറ്റ്. നമ്മളൊരു ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? വേരിയബിൾസും ഉണ്ടാവും, മെത്തേഡ്സും ഉണ്ടാവും. ഓക്കെ, ഈ വേരിയബിൾസിനെയും മെത്തേഡ്സിനെയും നമ്മൾ പൊതിഞ്ഞ് സൂക്ഷിക്കുക, റാപ്പ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എൻക്യാപ്സുലേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡാറ്റ ഹൈഡിങ് ആണ്. ഡാറ്റയെ എന്ത് ചെയ്യുക? ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഡാറ്റ ഹൈഡിങ് ആണ്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബ്സ്ട്രാക്ഷൻ്റെ ഏതാണ്ട് ചെറിയ അബ്സ്ട്രാക്ഷനും ചെയ്യുന്നത് ഒരു ഹൈഡിങ് തന്നെയാണ്, എൻക്യാപ്സുലേഷനും ചെയ്യുന്നത് ഒരു ഹൈഡിങ് തന്നെയാണ്. എൻക്യാപ്സുലേഷനിൽ നമ്മളെ ഈ ക്ലാസ്സിലുള്ള ഡാറ്റാസിനെയും മെമ്പേഴ്സിനെയും ഒക്കെ നമ്മൾ റാപ്പ് ചെയ്തിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് മാറ്റും. അതിന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള മെമ്പേഴ്സിനെയും ഫംഗ്ഷൻസിനെയും ഒക്കെ ചിലപ്പോൾ ശരിക്കും നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുക. നമുക്ക് അതിങ്ങനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എൻക്യാപ്സുലേഷൻ അക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജാവയിൽ നിങ്ങൾ പ്രൈവറ്റ് പബ്ലിക് കേട്ടില്ലേ? പ്രൈവറ്റ് കീവേഡ് യൂസ് ചെയ്യാം, പബ്ലിക് കീവേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചില ക്ലാസ്സിലുള്ള മെമ്പേഴ്സിനെ നിങ്ങൾക്ക് പ്രൈവറ്റ് ആക്കി വെക്കാം, അതുപോലെ പബ്ലിക് ആക്കി വെക്കാം. പബ്ലിക് ആണെങ്കിൽ ആ ക്ലാസ്സിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രൈവറ്റ് ആണെങ്കിൽ വിത്തിൻ ക്ലാസ്സിനുള്ളിൽ മാത്രമേ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത് റാപ്പിംഗ് ഓഫ് ഡാറ്റ ആൻഡ് കോഡ് ഇൻ എ സിംഗിൾ യൂണിറ്റ്, അതിനെയാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. അത് എന്താണ്? ഡാറ്റ ഹൈഡിങ് എന്തുകൊണ്ടാണ് അതിന് പറയുന്നത്? ആ ക്ലാസ്സിനെ ചെലവാണെങ്കിൽ നമുക്ക് മറ്റൊരു ക്ലാസ്സും നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. ആ ക്ലാസ്സിലെ മെമ്പേഴ്സിനൊക്കെ വേറെ ആർക്കും കൊടുക്കാത്ത രീതിയിൽ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ആ ക്ലാസ്സിലെ മെമ്പേഴ്സിനൊക്കെ എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിൽ അതിനെ പബ്ലിക് ആക്കി വെക്കാം. ഓക്കെ, പല ലാംഗ്വേജസിൽ എൻക്യാപ്സുലേഷൻ ഇംപ്ലിമെന്റ് അക്യൂർ ചെയ്യുന്നത് പല ഇത് യൂസ് ചെയ്തിട്ടാണ്. CPP-യിലും C#ലും ജാവയിലൊക്കെ യൂസ് ചെയ്യുന്നത്
പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് എൻക്യാപ്സുലേഷൻ നമ്മൾ ചെയ്യുന്നത്. എൻക്യാപ്സുലേഷൻ നമ്മൾ അക്യൂറി ചെയ്യുന്നു. ഓക്കെ, എൻക്യാപ്സുലേഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ജാവയിലും CPP-യിലും C#-യിലൊക്കെ പ്രൈവറ്റ് പബ്ലിക് കീവേഡ്സ് യൂസ് ചെയ്തിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ക്ലാസ് പ്രൈവറ്റ് ആയിട്ടാണെങ്കിൽ ഡിക്ലെയർ ചെയ്തിട്ടെങ്കിൽ നമ്മൾ ആ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് സബ് ക്ലാസ്സിന് അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി പഠിച്ചതാണ്. അത്രയും ജാവയിലെ CPP-ന്റെ കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഈ ആക്സസ് സ്പെസിഫയർ നമ്മൾ പഠിക്കുന്നുണ്ട്, അത് ചോദിക്കാറുണ്ട്, പബ്ലിക്കും പ്രൈവറ്റും പ്രൊട്ടക്റ്റഡ് ഒക്കെ. എൻക്യാപ്സുലേഷൻ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതില് എൻക്യാപ്സുലേഷനിൽ ഇവിടെ നിങ്ങൾക്ക് ഇത് ഡെമോ എന്ന് പറയുന്ന ഒരു ക്ലാസ്, ഇത് നമ്മുടെ മെയിൻ മെത്തേഡ് എഴുതിയ ക്ലാസ്. ഓക്കെ, ഇവിടെ ഡെമോ എന്ന് പറയുന്ന ക്ലാസ്സിൽ 2 വേരിയബിൾസ് ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഏജും ഈ നെയിമും. അത് രണ്ടും എന്താണ്, പ്രൈവറ്റ് ആണ്. സോ എന്താണ്, ഈ ഏജും നെയിമും ഈ ക്ലാസ്സിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ആക്സസ് ചെയ്യാം, ഈ ക്ലാസ്സിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഗെറ്റ് ഏജ്, ഗെറ്റ് നെയിം, സെറ്റ് ഏജ്, സെറ്റ് നെയിം എന്ന് പറയുന്ന 4 ഫംഗ്ഷൻ ഉണ്ട്. ഇതൊക്കെ പബ്ലിക്കാണ്. സോ ഈ ഫംഗ്ഷൻസ് ഒക്കെ ആർക്ക് യൂസ് ചെയ്യാം, ഈ ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിന് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ മെയിൻ ക്ലാസ്സിൽ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്സ് മെയിൻ മെത്തേഡ്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡെമോ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, OBJ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം, എനിക്ക് ഇവിടെയുള്ള ഡെമോ എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള ഏജിനെയും ഈ നെയിമിനെയും ആക്സസ് ചെയ്യണം. പക്ഷെ ഒരിക്കലും ഡയറക്റ്റ് ആക്സസിങ് പറ്റില്ല. കാരണം ഇതിന് എന്ത് ചെയ്ത് വെച്ചു, ഹൈഡ് ചെയ്ത് വെച്ച കാര്യങ്ങളാണ്. ഈ ഡെമോ എന്ന് പറയുന്ന ക്ലാസ് ഹൈഡ് ചെയ്ത് വെച്ച കാര്യങ്ങളാണ് ഏജും ഈ നെയിമും. ഈ 2 വേരിയബിൾസിനെയും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം ഇതിന് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഒരിക്കലും ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ പബ്ലിക് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യുമായിരുന്നു, OBJ.age എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു, OBJ.ename എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ അത് പറ്റില്ല. കാരണം എന്താണ്, ഇത് പ്രൈവറ്റ് ആണ്. സോ ഇതിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട്, ഡെമോൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് ഈ 2നെയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയുള്ള കേസിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് കുറുക്ക് വഴികളൊക്കെ യൂസ് ചെയ്യും. അതായത് വളഞ്ഞു മൂക്ക് പിടിക്കാം, ഡയറക്റ്റ് നമുക്ക് കിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യും, അല്ലാത്ത രീതിയിൽ ചെയ്യും. അതാണ് അതിന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഈ ഏജും ഈ നെയിമിന് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി, ഏജിന്റെ വാല്യൂ ഈ നെയിം നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു എന്നുള്ളൂ, വലിയ സംഭവമൊന്നുമല്ല. ഇവിടെ നിങ്ങൾ ഈ 4 ഫംഗ്ഷൻ നമുക്ക് ആക്സസ് ചെയ്യാം, കാരണം ഇതെല്ലാം പബ്ലിക് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, OBJ.set name എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, സെറ്റ് നെയിം എന്ന് പറയുന്നത് പബ്ലിക് ആണ് ഫംഗ്ഷൻ. സോ നമുക്ക് അതിനെ ആക്സസ് ചെയ്യാം, സെറ്റ് നെയിം എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്സസ് ചെയ്യാം OBJ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട്. ഇതിപ്പോൾ പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്, മറിയോ എന്ന് പറഞ്ഞാൽ പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. സോ സെറ്റ് നെയിം എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്സസ് ചെയ്തു, മറിയോ എന്നുള്ള പാരാമീറ്റർ പാസ് ചെയ്തു. സോ ഈ മറിയോ എന്ന് പറയുന്നത് ന്യൂ വാല്യൂയിലോട്ട് അസൈൻ ചെയ്തു വരും. സോ ന്യൂ വാല്യൂയിൽ ഇപ്പോൾ എന്താണുള്ളത്, മറിയോ എന്നാണുള്ളത്, അത് ഈ നെയിമിലോട്ട് അസൈൻ ചെയ്തു വന്നു. ഇപ്പോൾ ഈ നെയിമിൽ എന്ത് വാല്യൂ ആയി, മറിയോ എന്ന് പറയുന്ന വാല്യൂ ആയി. സോ നമ്മൾ ഈ നെയിമിൽ എന്ത് കൊടുത്തു, മറിയോ എന്നുള്ളത് കൊടുത്തു. ഓക്കെ, അത് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഫംഗ്ഷനിൽ കൊടുത്തു, ഫംഗ്ഷൻ വഴി ആണ് ഈ നെയിമിലോട്ട് എന്താ അസൈൻ ചെയ്ത് കൊടുത്തത്, മറിയോ എന്ന് പറയുന്ന നെയിം അസൈൻ ചെയ്ത് കൊടുത്തത്. ഇത് പബ്ലിക് ആയിരുന്നെങ്കിൽ ഇത്രയും ചെയ്യണമായിരുന്നു. എന്ത് ചെയ്താൽ മതിയായിരുന്നു, OBJ.ename ഈക്വൽ ടു മറിയോ, അത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ നെയിം എന്ന് പറയുന്ന ഈ വേരിയബിളിലോട്ട് മറിയോ എന്ന് പറയുന്ന നെയിം വരുമായിരുന്നു. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യേണ്ടി വന്നു, ഇങ്ങോട്ട് കൊടുത്തു, ഒരു പബ്ലിക് ഫംഗ്ഷനിലോട്ട് കൊടുത്തു, ആ പബ്ലിക് ഫംഗ്ഷൻ എന്ന് ഈ നെയിമിലോട്ട് അസൈൻ ചെയ്തു കൊടുത്തു. ഇപ്പൊ ഈ നെയിമിൽ എന്ത് വന്നു, മറിയോ എന്ന് വന്നു. വെറും ഡയറക്റ്റ് പബ്ലിക് ആണെങ്കിൽ ഡയറക്റ്റ് നമുക്കത് ചെയ്യുമായിരുന്നു. എന്തായിരുന്നു, OBJ.ename ഈക്വൽ ടു മറിയോ എന്ന് കൊടുക്കായിരുന്നു. ഇത് പബ്ലിക് ആണ്, ഇത് പറ്റില്ല, കാരണം ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് പ്രൈവറ്റ് ആണ്. ഇതേ എക്സാമ്പിൾ എഴുതണമെന്നില്ല കേട്ടോ, ഏതെങ്കിലും എക്സാമ്പിൾ എഴുതാം. അതിനുശേഷം ഇനി നിങ്ങൾക്ക് ഏജ് സെറ്റ് ചെയ്യാം, ഏജിലോട്ട് 32 കൊടുക്കണം. ഡയറക്റ്റ് ആണെങ്കിൽ എങ്ങനെ കൊടുക്കായിരുന്നു, OBJ1.age ഈക്വൽ ടു 32 എന്ന് കൊടുക്കായിരുന്നു. ഇവിടെ എന്ത് ചെയ്യണം, OBJ1.setAge, setAge എന്ന് പറയുന്നത് ഫംഗ്ഷനെ കോൾ ചെയ്തു, അതിലേക്ക് 32 പാസ് ചെയ്തു. സോ ന്യൂ വാല്യൂയിൽ 32 വന്നു, ആ ന്യൂ വാല്യൂ ഏജിലോട്ട് അസൈൻ ചെയ്തു. സോ എന്തായാലും 32 എന്ന് പറയുന്നത് ഏജിലോട്ട് വന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ഏജിലോട്ട് 32 എന്ന് കൊടുത്തു.
നേരെ മറിച്ച് മറ്റേ രീതിയിൽ എന്ത് ചെയ്താൽ വരുന്നു, obj1 ഡോട്ട് ഏജ് ഈക്വൽ ടു 32 എന്ന് കൊടുത്താൽ മതി. അത് പറ്റില്ല. അപ്പൊ ഏജിലോട്ട് എന്ത് വന്നു 32, ഈ നെയിമിലോട്ട് എന്ത് വന്നു മരിയോ വന്നു. ഓക്കെ, ഇനി നമുക്കിത് പ്രിന്റ് ചെയ്യണം. ഇനിയിപ്പോൾ സാധാ പോലെ തന്നെ എന്ത് ചെയ്തു, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എംപ്ലോയി നെയിം ഈക്വൽ ടു പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗെറ്റ് നെയിം എന്ന് പറയുന്ന ഫംഗ്ഷൻ നെയിം ഗെറ്റ് ഏജിനെയും കോൾ ചെയ്തു. obj ഡോട്ട് ഗെറ്റ് നെയിം എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തപ്പോൾ ഇവിടെയാണ് വന്നത്, ഫംഗ്ഷൻ ആക്സസ് ചെയ്തു. അപ്പോൾ അതെന്താ റിട്ടേൺ ചെയ്ത് തരുന്നത്, റിട്ടേൺ ഈ നെയിം റിട്ടേൺ ചെയ്ത്. ഈ നെയിമിൽ ഇപ്പോൾ എന്തുണ്ട്, മറിയോ എന്നുള്ളത് വന്നു. അപ്പോൾ മറിയോ എന്നുള്ളത് ഇവിടെ പ്രിന്റ് ചെയ്ത് വന്നു. ഇനി അടുത്തത് obj ഡോട്ട് ഗെറ്റ് ഏജ് ഇതാ. അപ്പോൾ എന്ത് ചെയ്തു, ഏജ് റിട്ടേൺ ചെയ്തു വന്നു. ഏജിൽ 32 എന്ന് പ്രിന്റ് ചെയ്തു വന്നു. ഓക്കെ, അതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു എൻക്യാപ്സുലേഷൻ എക്സാമ്പിൾ. ഓക്കെ, ഇവിടെ രണ്ടും പ്രൈവറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇതിലോട്ട് രണ്ട് വാല്യൂ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഫംഗ്ഷൻ വഴിയൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിനെ ആക്സസ് ചെയ്യും. ഓക്കെ, ആക്സസ് ചെയ്തില്ല, ഇതിലേക്ക് കൊടുത്തു, ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഇനി ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എൻക്യാപ്സുലേഷനും ഡാറ്റ അബ്സ്ട്രാക്ഷനും. രണ്ടും എന്താണെന്ന് പറഞ്ഞു. ബുക്ക് കൺസെപ്റ്റ് ആണ് രണ്ടും. അബ്സ്ട്രാക്ഷൻ എന്താണ്, ഹൈഡ് ദ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്യും, ഓൺലി ഫംഗ്ഷനാലിറ്റി മാത്രം യൂസർക്ക് കാണിച്ചു കൊടുക്കും. മറ്റേതെന്താണ്, എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത് ബൈൻഡ് ചെയ്യും, ഡാറ്റേനെയും മെത്തേഡ്സിനെയും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് റാപ്പ് ചെയ്യും. ഹൈഡ് ദ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽ ടു റെഡ്യൂസ് ദ കോഡ് കോംപ്ലക്സിറ്റി. ഓക്കെ, കോഡ് കോംപ്ലക്സിറ്റി അങ്ങനെ കുറയ്ക്കാൻ പറ്റും ഇതിൽ ചില ഡീറ്റെയിൽസൊക്കെ, ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസൊക്കെ ഹൈഡ് ചെയ്തുകൊണ്ട്. ഇനി എൻക്യാപ്സുലേഷൻ കൂടുതലും യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഡാറ്റ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ ചില ഡാറ്റാസ് പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ ആയിരിക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കൂടുതലും എന്താണ്, ഇവിടെ ഡാറ്റ പ്രൊട്ടക്ഷൻ ആണ്, ഡാറ്റ ഹൈഡിംഗ് ആണ് നടക്കുന്നത്. അബ്സ്ട്രാക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അബ്സ്ട്രാക്ട് ക്ലാസസും ഇന്റർഫേസസും. എൻക്യാപ്സുലേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രൈവറ്റും പബ്ലിക് മെത്തേഡ്സ് ഒക്കെ, കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എൻക്യാപ്സുലേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്.